ശബരിമലയിലെ പോലീസ് നടപടികളിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി ദേശീയ ബാലാവകാശ കമ്മീഷൻ രംഗത്ത്. കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ലെന്ന് സന്നിധാനം സന്ദർശിച്ച കമ്മീഷൻ വിലയിരുത്തി. എന്നാൽ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചില്ലെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗം PG ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശബരിമല സന്ദർശിച്ചത്. ഇരുമുടിക്കെട്ടുമായി ദർശനം നടത്തിയ ശേഷം ഇവർ ശബരിമലയിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം കുട്ടികൾ ബുദ്ധിമുട്ടുന്നതായി കമ്മീഷൻ നിരീക്ഷിച്ചു. പോലീസ് അടക്കം വിവിധ വകുപ്പുകൾക്കെതിരെ പരാതി ലഭിച്ചതായി കമ്മീഷൻ വ്യക്തമാക്കി. ഇത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. We want to inquire about the things to the district magistrate and to the SP, and we will submit the interim order if needed, emergency order if needed, through the permission of the chairman today itself. കൂടിയാലോചനകൾക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ ചെയർമാന് സംഘം സമർപ്പിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ പ്രതികരിച്ചു. റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകരും വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തും. ജസ്റ്റിസുമാരായ സിരിജഗൻ, PR രാമൻ, DGP A ഹേമേന്ദ്രൻ എന്നിവരാണ് നിരീക്ഷകർ. ശബരിമലയിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചതിന്റെ ഭാഗമാണ് നിരോധനാജ്ഞ ശരിവച്ചതെന്ന വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടം. ഇന്ന് സന്നിധാനത്ത് കാര്യമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടില്ല. ഉച്ചവരെയും 20,000-ഓളം പേർ മാത്രമാണ് ദർശനം നടത്തിയത്. ശബരിമലയിലെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഘപരിവാർ താൽപര്യപ്രകാരം ഇത്തരം ഏജൻസികൾക്ക് മുന്നിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്കെതിരെ നിരവധി പരാതികൾ ഉന്നയിക്കപ്പെടുന്നതും ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചനകൾ. ഷിജു ചിറ്റൂരിനൊപ്പം KR സാജു, മീഡിയ 1, ശബരിമല.